ഹലോ, ഞാനപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ച എൻ്റെ ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഷസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്നൊക്കെ പറയുകയല്ലേ, ആ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവമാണ്. അപ്പം എൻ്റെ മെയിൻ കോഴ്സ്, അതായത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 3 കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ കഴിച്ച എൻ്റെ സ്നാക്സ്, എൻ്റെ കുറച്ച് ഞാനിങ്ങനെ കുറച്ച് തിന്നോണ്ട് നടക്കുന്ന പാർട്ടിയാണ്. ക്രേവിങ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്കുള്ളതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് കഴിച്ച സ്നാക്സും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഞാൻ കുടിച്ചതും വെള്ളം കുടിച്ചതും ജ്യൂസ് കുടിച്ചതും അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവരി പാർട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഷോർട്സ് എല്ലാം വെച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എൻ്റെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായയാണ്. നല്ല അടിപൊളി ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് തേയിലപ്പൊടിയൊക്കെ കൂടുതലിട്ടിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചായ. ഈ ചായ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഡെയിലി ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് ഇടയ്ക്ക് വീക്കെൻഡ്സിൽ കുടിച്ചാലും ബ്ലാക്ക് ടീ ആയിരിക്കും കുടിക്കുന്നത്. പാൽ ചായ എന്ന് പറയുന്നത് രാവിലെ ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ദോശയാണ്. വളരെ തിക്കായിട്ട് ചുട്ടിരിക്കുന്ന 2 ദോശ, നല്ല തുളയൊക്കെയുള്ള, അതിൽ ചമ്മന്തിയൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ. അപ്പോൾ ആ ദോശയും ചമ്മന്തിയുമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊരിച്ചതും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ മുട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓംലെറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പച്ചമുളകും ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഓംലെറ്റ്. അപ്പോൾ ഈ ദോശയുടെയും ചമ്മന്തിയുടെയും കൂടെ എഗ് ഓംലെറ്റ് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് ഓംലെറ്റും കൂടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം എൻ്റെ കൊച്ചു സ്കൂളൊക്കെ വിട്ട് വന്നു. അപ്പോൾ ഞാനിതിൽ ചെറിയൊരു കാര്യം കൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ സാറ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും, അവൾക്ക് സെക്കൻഡ് ഡേയിൽ അവൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേനും എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ ഒരു ബോക്സ് കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അമ്മക്കൊരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവൾ ബസ് ഇറങ്ങി വന്നത്. അപ്പോൾ അത് ഞാൻ റൂമിൽ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരുപാട് ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പോൾ സാറയുടെ ബോക്സ് ഞാൻ ഓപ്പൺ ആക്കിയപ്പോഴത്തേനും അതിലുണ്ടായിരുന്നത് ഒരു രണ്ട് ടൈപ്പ് സ്നാക്സ് ഉണ്ടായിരുന്നു. കുറേ അട്രാക്റ്റീവായിട്ടുള്ള കുറേ സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 100 ദിറംസിന് കൊച്ചിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചർ ഉണ്ടായിരുന്നു. ബേബി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വൗച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോയിങ് ബുക്കുണ്ട്, അങ്ങനെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ ഒരുപാട്. സാറാക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കൊച്ചു സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ ഒരു ഷോട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ള ഒരു ചീസി ലേസ് ഉണ്ട്. ആ ലേസ് പാക്കറ്റ് ഞങ്ങൾ പൊട്ടിച്ച് ഞാനും കഴിച്ചു, സാറായും കഴിച്ചു. അപ്പം ഞാൻ എൻ്റെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണല്ലോ, അപ്പം ഞാൻ കഴിച്ചതെല്ലാം കാണിക്കണമല്ലോ. അപ്പോൾ സാറാമോക്കും കൊടുത്തു. ഞാനും അതിൽ നിന്ന് 2-3 ചീസി ലേസ്, പൊട്ടറ്റോ ലേസ് കഴിച്ചു. അതിനുശേഷം എൻ്റെ ലഞ്ച് ടൈമായി. എൻ്റെ സെക്കൻഡ് മീലാണ്. എൻ്റെ സെക്കൻഡ് മീൽ എന്ന് പറയുന്നത് കുറച്ച് ചൂട് ചോറും അതുപോലെ തന്നെ ഇന്ന് കറിയായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. സിമ്പിൾ എൻ്റെ ഫേവറേറ്റ് കംഫർട്ടായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പം കഴിക്കാനില്ല. ഇക്കുള്ള ലഞ്ചും കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ടു. ഓഫീസിലാണ്. അപ്പോൾ സാറ സ്കൂൾ വിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ സാറായും ഓൾമോസ്റ്റ് സെറ്റായിട്ടിരിക്കുകയാണ്. അവൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതി ലഞ്ച്. അപ്പോൾ ഞാൻ ഒരു പിടി ചൂട് ചോറെടുത്തു. പിന്നെ കുറച്ച് തക്കാളി സ്റ്റൂവും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ പപ്പടം പൊരിച്ചതും. അപ്പം എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ എൻ്റെ ഈ ലഞ്ച് വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ കുക്കിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടൊമാറ്റോ സ്റ്റൂവും അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ള എൻ്റെ ലഞ്ച് കഴിക്കുകയാണ്. വളരെ ചൂട് ചോറ്, ചൂട് തക്കാളി സ്റ്റൂ, ചൂട് മുട്ട പൊരിച്ചത്, ചൂട് പപ്പടം. അപ്പോൾ എല്ലാം ചൂടേ ആയതുകൊണ്ട് തന്നെ വളരെ ഇച്ചിരി ചൂട് കുറഞ്ഞിട്ട് വേണം എനിക്ക് ഒന്നും കൂടെ ആസ്വദിച്ച് കഴിക്കാൻ. എങ്കിലും എൻ്റെ കംഫർട്ടായിട്ടുള്ള, എൻ്റെ ഒരു മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള
കാണുന്നവർക്ക് തോന്നും വളരെ സിമ്പിളാണെന്ന്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഭയങ്കര അനുയോജ്യമായിട്ടുള്ള വളരെ കംഫർട്ടായിട്ടുള്ള ഒരു മീലാണ് ഇതെന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് ചപ്പാത്തിയുടെ കൂടെയും തക്കാളി സ്റ്റൂ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും തക്കാളി സ്റ്റൂ. പക്ഷേ തക്കാളി സ്റ്റൂ ഉണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമാണ് പപ്പടം പൊരിച്ചത്. മുട്ട പൊരിച്ചത് ഒഴിവാക്കാം, പക്ഷേ തക്കാളി സ്റ്റൂവും പപ്പടം പൊരിച്ചതുമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മധുരം തിന്നാൻ വേണ്ടിയിട്ടുള്ള ക്രേവിങ്സ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കടലമുട്ടായിയാണ് ഞാൻ ലഞ്ച് കഴിച്ചതിന് ശേഷം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് കടലമുട്ടായൊക്കെ കഴിച്ച് ഞാൻ കുറേ നേരം റെസ്റ്റ് എടുത്തു. ടി വിയൊക്കെ കണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ആയപ്പോഴത്തേനും എന്തെങ്കിലും കുറിക്കാൻ തോന്നി. അപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ഒരു അച്ചപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് അച്ചപ്പം എടുത്ത് കഴിച്ചു. അപ്പോൾ പിന്നീട് ഞാൻ ഇത് അടുപ്പിച്ചല്ല കഴിക്കുന്നത്, നല്ല ഗ്യാപ്പുണ്ട്, നല്ല ടൈം ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു വീഡിയോ ആയതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു മുസമ്പി എടുത്തു, അത് കട്ട് ചെയ്ത് അതും കഴിച്ചു. അതിനുശേഷം പ്രത്യേകിച്ച് ഈവനിങ്ങിന് ടീ കുടിക്കലും കാര്യങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് തോന്നുമ്പോൾ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ പ്രിപ്പറേഷനിലാണ്. എൻ്റെ മൂന്നാമത്തെ മീലിലേക്ക് ഞാൻ എത്തി. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ മീലെന്ന് പറയുന്നത് ഫ്രഷ്ലി പ്രിപ്പേർഡ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള താളിച്ചൂറ്റി നല്ല വെളുത്തുള്ളിയും കടുകും അതുപോലെ തന്നെ ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയൊക്കെ താളിച്ച് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി കടലക്കറി. വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ പൊക്കി പറയുമല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇക്കായ്ക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ കഴിച്ചായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും 2 വെള്ളയപ്പവുമാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം വെള്ളയപ്പം എന്ന് പറയുന്നത് നല്ല മുരുമരാന്നുള്ള വെള്ളയപ്പമൊന്നുമല്ല, അത്യാവശ്യം നല്ല വെള്ളയപ്പമാണ്. മുരുമരാന്നല്ലാത്തത് എൻ്റെ ഇക്കാക്ക് ഈ മൊരിഞ്ഞ വെള്ളയപ്പം ഇഷ്ടമല്ല. വെള്ളയപ്പം മുരിഞ്ഞത് ഇഷ്ടമല്ല, പിന്നെ വെള്ളയപ്പം ചൂടപ്പം ഇഷ്ടമല്ല. അപ്പം വെള്ളയപ്പം ആണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ഒന്ന് തണുത്തതിന് ശേഷമേ കറി ഒഴിച്ച് കഴിക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അപ്പം ഞാനും എന്ത് ചെയ്തു, അങ്ങനെ അപ്പം ചുട്ട് ആ മുരിഞ്ഞ വെള്ളയപ്പം എൻ്റെ ശീലവും അങ്ങ് മാറി. ഞാനും ഇപ്പോൾ ഈ വെള്ള കളറിനുള്ള മൊരിയാത്ത വെള്ളയപ്പമാണ് ഞാനും ഇപ്പോൾ ചുട്ടെടുക്കൽ. കാരണം ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ ഇപ്പം മെനക്കെടാറില്ല. അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കടലക്കറി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയാണേലും കുഴപ്പമില്ല. അപ്പം ഞാനിതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഇന്നത്തെ ലാസ്റ്റ് മീൽ, എൻ്റെ മൂന്നാമത്തെ ഡിന്നർ മീല് ഞാൻ കഴിച്ചു. അതിനുശേഷം പിന്നീട് വളരെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എടുത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ എനിക്ക് ഈ വറുത്തരച്ച് തേങ്ങ വെക്കുന്നതിനേക്കാൾ ബീഫാണേലും ചിക്കനാണേലും കടലയാണേലും കിഴങ്ങാണേലും എനിക്ക് വറുത്തരച്ച് വെക്കുന്ന ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ പച്ച തേങ്ങ അരച്ച് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോമൺ ആയിട്ട് അങ്ങനെയാണ് വെക്കാറ്. ഇക്കായ്ക്കും വറുത്തരച്ചതിനോട് വലിയ താല്പര്യമില്ല, ഞാനങ്ങനെ വെക്കാറില്ല. പച്ചത്തേങ്ങ അരച്ച് വെക്കുമ്പോൾ വേറെ ടേസ്റ്റും വറുത്തരച്ച് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ 3 മീൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ എൻ്റെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഒരു ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കുക്കീസ് കഴിച്ചു. അപ്പോൾ താങ്ക് യു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു.